എല്ലാവർക്കും ദശാവതാര കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീരാമ അവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുൻപായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആനന്ദപൂർണമായ ഇന്നത്തെ കഥായാത്ര നമുക്ക് ആരംഭിക്കാം. ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ എന്ന പേരിൽ മഹാവിഷ്ണു അവതരിച്ചു. സഹോദരന്മാരായി ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 3 പേർ കൂടി ഉണ്ടായി. വിശ്വാമിത്രന്റെ അപേക്ഷ കണക്കിലെടുത്ത ദശരഥൻ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ വനത്തിലേക്ക് അയച്ചു. അവർ അവിടെ വെച്ച് താടകയെ വധിച്ചു. യാഗരക്ഷ നടത്തിയിട്ട് ശ്രീരാമൻ അഹല്യയ്ക്ക് ക്ഷാപമോക്ഷവും നൽകി. പിന്നീട് ശൈവജാപം ഭഞ്ജിച്ച് സീതയെ വിവാഹം ചെയ്തു. പരശുരാമനെ ജയിച്ച് അയോധ്യയിൽ മടങ്ങിയെത്തിയ ശ്രീരാമൻ പിതാവിന്റെ സത്യം പാലിക്കാനായി വനത്തിലേക്ക് പോയി. ചിത്രാകൂടാചലത്തിൽ താമസിച്ചു. അവിടെ വെച്ച് കാമപീഡിതയായി വന്ന് ശല്യപ്പെടുത്താൻ ഒരുങ്ങിയ ശൂർപ്പണഖയെ വിരൂപയാക്കി മാറ്റി. ഖരാതി രാക്ഷസന്മാരെ വധിച്ചു. അതിനുശേഷം രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ വനങ്ങളിലെങ്ങും തേടി നടന്നു. ശ്രീരാമൻ സുഗ്രീവനോട് സഖ്യം ചെയ്യുകയും ബാലിയെ വധിക്കുകയും ചെയ്തു. സേതു ബന്ധിച്ച് ലങ്കയിലെത്തിയ രാമൻ രാവണാദി രാക്ഷസന്മാരെ വധിക്കുകയും അഗ്നിശുദ്ധി തെളിയിച്ച സീതയെ കൂട്ടിക്കൊണ്ട് അയോധ്യയിലെത്തി ജനാഭിലാഷമനുസരിച്ച് രാജ്യം ഭരിക്കുകയും ചെയ്തു. ഈ കഥയൊക്കെ രാമായണ മാസം 31 ദിവസങ്ങളിലായി നമ്മൾ കേട്ടതാണ്. അതിനാൽ കൂടുതൽ വിസ്തരിക്കുന്നില്ല. പിന്നീട് ശ്രീരാമചന്ദ്രന്റെ പുത്രനായ കുശൻ വശാങ്കുരമായി വിവിധ തലമുറകൾ കടന്ന് കലിയുഗാരംഭത്തിൽ സുമിത്രൻ എന്ന രാജാവിൽ ആ വംശം എത്തുന്നു. ഇക്ഷ്വാകുവിന്റെ പുത്രനായ നിമി ഒരു യജ്ഞം നടത്താൻ വസിഷ്ഠ മഹർഷിയെ ആചാര്യനായി വരിച്ചു. ഇന്ദ്രന് വേണ്ടി ഒരു യാഗം നടത്താമെന്ന് നേരത്തെ ഏറ്റിരുന്ന വസിഷ്ഠൻ നിമിയുടെ യാഗം പിന്നീടാകാമെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ദ്രന്റെ യാഗത്തിന് വേണ്ടി പോയി. വസിഷ്ഠൻ തിരിച്ചെത്താൻ വൈകിയപ്പോൾ നിമി മറ്റു മഹർഷിമാരെ ആചാര്യസ്ഥാനത്ത് അവരോധിച്ച് യാഗം തുടങ്ങി. മടങ്ങിയെത്തിയ വസിഷ്ഠൻ അങ്ങയുടെ ദേഹം പതിക്കട്ടെ എന്ന് ശപിച്ചു. നിമി വസിഷ്ഠനെയും അതേ പ്രകാരം ശപിച്ചു. രണ്ടാൾക്കും ശാപമനുസരിച്ച് ശരീരം നഷ്ടപ്പെട്ടു. വസിഷ്ഠൻ മിത്രാവരണന്മാരുടെ പുത്രനായി വീണ്ടും ശരീരം സ്വീകരിച്ചു. ശരീരത്തിന്റെ നാശസ്വഭാവം അറിയാമായിരുന്നതുകൊണ്ട് നിമി മറ്റൊരു ശരീരം സ്വീകരിക്കാൻ ഒരുങ്ങിയില്ല. മഹർഷിമാർ നിമിയുടെ ശരീരത്തെ മഥനം ചെയ്തു. അതിൽ നിന്ന് വിദേഹനായ ജനകനുണ്ടായി. ഈ ജനകന്റെ വംശത്തിലാണ് സീതാദേവിയുടെ വളർത്തച്ഛനായ സീരധ്വജൻ എന്ന ജനക മഹാരാജാവ് ഉണ്ടായത്. ഈ വംശത്തിൽ ജനിച്ചവരെല്ലാം വിരക്തന്മാരും മഹാജ്ഞാനികളുമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.